മറിമായം. അവിടെ ഞാൻ കള്ളുപിടിച്ച് നിൽക്കുക, അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. എവിടെ പോകുന്നു? നട്ടപ്പാതിരാക്കി ഇവളുമാരെല്ലാം കൂടെ ചോറും മീൻകറിയും തരാത്ത കൂട്ടത്തിൽപ്പെട്ട അഴുക്കാള്. അല്ലേ അങ്ങോട്ടാ? ഇവിടെ അടുത്തൊരു കല്യാണം. എന്തേ? രാത്രി 12 മണിക്ക് കല്യാണോ? സദ്യയാണോ ബിരിയാണിയാണോ? പോയി അന്വേഷിക്കാതെന്ത്? ദോ പോയി അന്വേഷിക്കാതെ എന്തെന്ന്? ആര്? ഞാനാ? പിന്നെ അല്ലാതെ ഞങ്ങളോ? സൂക്ഷിച്ച് സംസാരിച്ചാണ്ടല്ലേ. എന്റെ പൊന്നെ ഇടാന്ന് അങ്ങോട്ട് മാറിയിക്കാമോ? ഞങ്ങൾക്ക് അങ്ങോട്ട് പോണം. അങ്ങനെ നിങ്ങളിപ്പോ അങ്ങനെ അങ്ങോട്ട് പോകണ്ട. നീക്ക് വീട്ടില് ചോറും മീൻകറിയും വെക്കാതെ ഈ രാത്രി 12 മണിക്ക് എവിടെയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് നടക്കണേ? ഞങ്ങൾ സൗകര്യമില്ലെടുത്ത് പോകും. മാറിക്കണം അങ്ങോട്ട്. സൂക്ഷിച്ച് സംസാരിക്കണം. ഇതാരെന്നറിയാം? ഇത് ഇവിടുത്തെ പുലിയാ, പുലി. പുലിക്കെന്തൊരു ആട്ടം. പുലി ആടും, ചിലപ്പോ മാന്തും, ചിലപ്പോ പിച്ചു നിന്നെ പിടിച്ച് വിഴുകൂടി. വിഴുങ്ങാനിങ്ങോട്ട് വാ, നിന്ന് തരാം. എടാ ആദ്യം വന്ന് മര്യാദക്ക് നീ ഒന്ന് മാറി നിക്ക്, ഞങ്ങക്ക് പോണം. എന്നാ നീ വിളിക്കാം? നീ സംസാരിക്കണം. കേവനാന്ന് നോക്കൂല, ഒറ്റ അടി വെച്ചതാണല്ലോ. ഞങ്ങളെ തല്ലിട്ട് നീയൊക്കെ ഇവിടുന്ന് പോവൂല. പോണില്ല. സുധ സാറിനെ വിളി. സാറിനെ വിളി, ഹെഡ് മാസ്റ്ററിനെ വിളി, എല്ലാവരെയും വിളി. വിളിക്കും. അവര് വന്ന് ചോദിച്ചിട്ട് നീയൊക്കെ പോണോന്ന് കാണണം. നീ ഞങ്ങളെ ശബ്ദം ചവിട്ടിട്ട് നീയൊക്കെ പോകും. അതിനെ പിടിച്ചു തടവാ. വീണു. അത് വീണാണ്. ഇത് വീണ് വീണ് വളർന്ന കക്ഷിയാണ്. ഇത് നീയൊക്കെ പോണോന്ന് കാണണോടി. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോയാ മതി. ഞങ്ങള് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എടി അവിടെ പിരികടി. നിന്റെയൊക്കെ വളർത്തി നിന്നെയൊക്കെ ഇങ്ങനെ പാഴാക്കി കളഞ്ഞ അവന്മാര് ചോദിച്ചിട്ടു ഞാൻ. നിന്നൊക്കെ ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടിരിക്കണെന്ന്. ആളുകൾക്ക് നേരെ കൈ വാങ്ങാൻ പഠിപ്പിച്ചില്ലെങ്കിൽ റോഡിൽ ഇറങ്ങി വിട്ടൊക്കെയാണ് നട്ടപ്പാരത്തിലേക്ക്. നമസ്തേ സാറേ. അതെ, എന്താ പ്രശ്നം? സാറ് വന്നല്ലോ, ഇനിയിപ്പോ സമാധാനമായി. സാറേ, ഈ സഹോദരിമാര് ആൺതുണയൊന്നും ഇല്ലാതെ അസമയത്ത് ഇതില് ഇങ്ങനെ നടന്നു വന്നപ്പോ ഞാൻ അവരോട് നിങ്ങൾ നിൽക്കി, നിങ്ങളെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് കൂട്ടത്തില് ഞാൻ പറഞ്ഞു വിടുള്ളൂ, നിങ്ങളെ ഒറ്റയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിർത്തിക്കായിരുന്നു. സാറേ, നമ്മളെ നാടിന്റെ അവസ്ഥ അറിയാലോ. നാളെ ഈ സഹോദരിമാർക്ക് എന്തെങ്കിലും സംഭവിച്ചാ നമ്മളെ ആണുങ്ങൾ എങ്ങനെ വിശ്വസിച്ച് പുറത്തിറങ്ങി നടക്കും. സഹോദരിമാര് പൊക്കോ, സാറ് വന്നല്ലോ, ഇനി പൊക്കോ. സാറ് വെറുതെ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. അതെ, 2 നില പൂര വെള്ളമാണ് സാർ, അത് കിടക്കാൻ കണ്ടില്ലേ? ഞങ്ങളെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞു സാർ. സാറേ, അത് ഇവര് പോവാതിരിക്കാൻ അല്ല, ഇവര് പോവാൻ പേടിപ്പിച്ചതാണ്. ആരാണത്? ആരാന്നോ ആരോ വഴിപോക്ക മദ്യപിച്ചിട്ട് അയാളുടെ പുലിയോ മുത്തോ എന്തൊക്കെയാണെന്ന് അയാളുടെ കൂടെ ഉള്ള ആളാണ് സാറേ ഇത്. നിന്നോടാണ്ടായിരിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ പോലെ ഒരുപാടെണ്ണം ഉണ്ട്. പെമ്പിള്ളേര് തനിയെ റോഡിലിറങ്ങി നടക്കുമ്പോഴേ പത്തി വളർത്തിയാർന്ന ചില പാമ്പുകള്. ആ പത്തി ഞാൻ ഇങ്ങനെ അടിച്ചോടിച്ച് ഇപ്പൊ തല്ലിയതുള്ളൂ. പിന്നെ തല്ലു വേണ്ട. കടന്നുറങ്ങാൻ പറ്റിയ സ്ഥലം ഞാൻ തരാം. ശരി ശരി. രണ്ട് മണിയായി നേരം. ആ കുരുത്തം കെട്ടോളാണ് കാണാനില്ലല്ലോ. വിളിച്ചു നോക്കടാ. അച്ഛൻ വിളിക്കണ്ടല്ലോ, ഇത് കിട്ടണ്ടത്. ഇതെന്താ കിട്ടാത്? ഇതൊരു കഷ്ടത. എത്ര നേരം ഇത് വിളിക്കുന്നത്?
നിന്നെ ഒറ്റ ഒരുത്തനെ പറഞ്ഞാൽ മതി. എടാ വീട്ടിൽ ആണുങ്ങൾക്ക് നട്ടലില്ലെങ്കിലേ ഇതേപോലേക്ക് ഉണ്ടാവും. ഇത് കൂന്ന് പറഞ്ഞോണ്ടിരിക്കുക. അച്ഛൻ എന്താ പറയണത്? എന്ത് നടത്തത്തിന് അവള് പോയിരിക്കണ് ഈ നട്ടപ്പാതിരക്ക്? ഇതിനൊക്കെ ദൂർനടപ്പ് അറിയോ? ഈ നാട്ടുകാരും കൂടി പറഞ്ഞ് കേൾപ്പിച്ചു കേട്ടോ. നാട്ടുകാരെന്ത് പറഞ്ഞു കേൾപ്പിക്കണ? ആ പെണ്ണുങ്ങളെല്ലാവരും കൂടി പോവാണ് എന്ന് പറഞ്ഞിട്ടല്ലേ അവള് വിടാൻ നിക്കണോന്നേ, വിടണോ? നീ അവളെ കെട്ടിയതല്ലേ? അപ്പൊ ആ മൊയ്ത് വന്ന് പറഞ്ഞു അച്ഛൻ കേട്ടില്ലേ? ഇത് വന്ന് പറഞ്ഞ് എന്തിനാണ് അതിന് നിന്നെയൊക്കെ പറയണേ? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു കഷ്ടമൊക്കെ ഇത്. ഇനി നിന്ന് ആ ഫോൺ കിട്ടാത്ത ഫോണിൽ നിന്നിട്ട് അങ്ങടെ ഇറങ്ങി പോയി നോക്കണേ. സ്വസ്ഥത എന്ന് പറഞ്ഞതില്ല മനുഷ്യന്. ഇവിടെ പൂവന്നെ നല്ലത്. പിന്നെ ഇവിടെ കിടന്നിട്ട് തിരിയണതിന് പിന്നെ ഇവിടെ അങ്ങോട്ട് പോയേക്കാം. ചാടി എടുക്കണ്ടേ? ഇതൊരു കഷ്ടം ആലോചിച്ച് നോക്കിയേ. ഈ പെണ്ണ് കാണിക്കുന്ന ഓരോ പണികളുണ്ടല്ലോ. കെട്ടിയ പെണ്ണ് 2 മണിയായിട്ട് വന്നില്ല. അപ്പോഴും ഒരു ബേജാറില്ല പോങ്ങനെ. തോർത്ത് വേണോ? വേണ്ട വേണ്ട. ഇത് എവിടെ പോയി കിടക്കണത്? ചേട്ടാ അതെ, ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കണ സ്ത്രീകളെ ഇങ്ങനെ കണ്ടിരുന്ന. ഇത് സുഖമില്ലാതെ സുഖമില്ലാതല്ല, കുഴപ്പമുള്ളവരല്ല. പക്ഷെ ഈ രാത്രി ഇറങ്ങി നടക്കണ ഉണ്ണേ മറ്റേ റോട്ടിൽ കൂടി ഇറങ്ങി നടക്കണ കേസാണ്. അതല്ല ഏട്ടാ, എന്തൊരു കഷ്ടം. ഈ നിങ്ങൾ കേട്ടിട്ടില്ലേ രാത്രി ഇറങ്ങി സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കണ ഒരു ആവശ്യക്കാരിക്ക് നടക്കാം. അങ്ങനെ പോണല്ലാതെ അത് നിങ്ങക്ക് മനസ്സിലാവുള്ളത്. ചേട്ടാ പല ടൈപ്പ് ഉണ്ട്, ചേട്ടന് ഏതാ വേണ്ടത്? ചേട്ടാ അതല്ലാന്നേ, സ്ത്രീകള് റോട്ടിൽ കൂടെ പോണണ്ട ഇവിടെ എവിടെയെങ്കിലും. അപ്പൊ വിളിച്ചു നോക്കാറില്ല എന്നാ ചേട്ടൻ? അല്ല, സംഭവന്റെ ഭാര്യ തന്നെയാണത്. ആ ഭാര്യ? അവള് നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടേ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനത്തെ അല്ലേ ഇറങ്ങിട്ടെ. പിന്നെ ഞാൻ പറഞ്ഞതേ, മൊയ്തു എന്റെ സുഹൃത്തുണ്ട്, മൊയ്തു പറഞ്ഞിട്ട് ഇങ്ങനെ ഈ രാത്രി പോയത്. രാത്രി ഇറങ്ങി നടക്കുന്ന സെറ്റപ്പ് ഉണ്ടല്ലോ പെണ്ണുങ്ങള്. അപ്പൊ ചേട്ടന് വേറെ സെറ്റപ്പ് വേണം ഇപ്പൊ. അതല്ലാതെ എങ്ങനെ പറയണ, പത്രത്തിൽ വായിച്ചില്ല. മനസ്സിലായി ഇതൊക്കെ എല്ലായിടത്തോളം നമ്മ ദിവസവും കാണണല്ലേ. ആ ഫോണിലൊന്ന് വിളിക്ക്. ഒരാൾക്ക് വിളിച്ചാണ്. അതൊന്ന് വിളിക്ക്. നിങ്ങക്ക് സംഭവം മനസ്സിലായി? ഇല്ല, ഞാൻ രാത്രി അല്ല ഞാൻ വിളിച്ചോളാം. നമ്പർ ഉണ്ടല്ലോ. ഇല്ല വിളിച്ചോളാം, ഞാൻ വിളിച്ചോളാം. അല്ല ഇവിടെ എന്താ കാണിക്കണേ? എന്താ ഫോൺ സെറ്റപ്പിന് വിട്ടിട്ട് സത്യേട്ടാ കഞ്ചാവ് ടീംസ് ആയിരുന്നു ഒരു 2 പോലീസ് പിടിച്ച്. എന്തൊക്കെ കേസിലെ പ്രതികളാച്ചിട്ടാ. കൊലപാതകം, പീഡനം, പണം തട്ടിപ്പ് എല്ലാ കേസിലും ഉണ്ട് ഇവര്. എന്തായാലും ഏട്ടന്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. പഠിച്ചോൻ കാത്താ. എടോ ആണുങ്ങൾക്കേ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതിന്റെ പുറമേണ് ഇപ്പൊ പെണ്ണുങ്ങളെ രാത്രി കയറി ഉരുവിടല്ലേ. അച്ഛ അങ്ങനെ പറയൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ലാതെ ഞാൻ തിരിച്ചു വന്നല്ലോ. നിനക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഒലക്ക മുണിങ്ങന്മാരി നിൽക്കട്ടല്ലോ. നിന്നെ അന്വേഷിച്ചിറങ്ങിയതാ ഈ ചക്കനെ കൊല കണ്ടില്ലേ ഇപ്പൊ? താടി മേടിക്കേ അച്ഛനോട് മിണ്ടാതിരിക്കാൻ. ശീതള ചവയ്ക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞേ. തിന്നാനൊന്നും പറ്റൂല, തിന്നാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു. വേണമെന്നാണ് തിന്നെ കൊടുക്കണേ ചേക്കനെ. അല്ല ചോറ് കഴിക്കാൻ പാടില്ല.
വേണോ ഇപ്പൊ? അതെ, ഭക്ഷണം കഴിക്കാനാ? അമ്പലത്തെ പോവാനോ? ഇതാണോ നിങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം? അല്ല സത്യട്ടാ, നമ്മുടെ ലോകത്തെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏതു നേരം സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഉണ്ട്. ആ, പകല് പോലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നടക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. ഉണ്ടോ? ആ, പെണ്ണുങ്ങൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതുണ്ടോ? ഉണ്ട്. അതാണ് നമ്മളെ വ്യവസ്ഥിതി. അതായത് സത്യട്ടാ, ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമൂഹവും വ്യവസ്ഥിതി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ സമൂഹത്തിനെയും വ്യവസ്ഥിതിനെയും പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള രാത്രി നടത്തങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഏതൊരാൾക്കും ഏതൊരു നേരത്തും സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു സമൂഹം അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടാവുമ്പോഴൊക്കെ ചെയ്യാം. അത്രേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.